അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബനൂ ഇസ്രായേലുകാർക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ വിവരിക്കുന്ന ആയത്തുകളിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻസുറൂൻ. വഇദ് ഫറഖ്ന, ഇത് എന്ന വാക്ക് ഞാൻ പറഞ്ഞു, ഇനി വിശദീകരിക്കേണ്ട ആവശ്യം വരരുത്. എന്താ അതിൻ്റെ അർത്ഥം? സ്മരിക്കൂ, ഓർമ്മിക്കൂ, നിങ്ങൾ പറയൂ അല്ലേ. ഇത് എന്നാണ് ഉദ്ഖുർ. വഇദ് മറ്റൊരു അനുഗ്രഹം എന്താണ് നിങ്ങൾ ഓർക്കേണ്ടത്? വഇദ്, ഈ ഒരു സന്ദർഭം കൂടി നിങ്ങൾ ഓർക്കുക. ഏതായിരുന്നു ആ സന്ദർഭം? വഇദ് ഫറഖ്ന, ഫറഖ സ്പ്ലിറ്റാക്കി അല്ലേ, പിളർത്തി. അതുകൊണ്ടാണ് കക്ഷികൾക്ക് എന്ത് പറയുന്നത്? ഫിർഖ എന്ന് പറയുന്നത്. കാരണം കക്ഷികൾ പൊതുവെ എന്ത് ചെയ്ത് പിളർന്നിട്ടാണ് മാറുന്നത്, പിളർന്നു മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇബ്നു ഹസ്മിൽ കിതാബുണ്ട്, അൽ ഫർഖു ബൈനൽ ഫിറഖ്. അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്തായിരിക്കും അർത്ഥം? അൽ ഫർഖു, ഫർക്ക് വ്യത്യാസം, ബൈനൽ ഫിറഖ് കക്ഷികൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അത് കക്ഷികളെ കുറിച്ചാണ് കിതാബ് വിവരിക്കുന്നത്. ഫർക്ക് എന്ന് പറഞ്ഞാൽ വേർതിരിവെന്നാണ്. ഇവിടെ ഫറഖ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചു, സ്പ്ലിറ്റാക്കി. വഇദ് ഫറഖ്ന, ആരാണ് വേർതിരിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതആല. നാം വേർതിരിച്ചപ്പോൾ, അള്ളാഹു ഇസ്രായേലുകാരോട് പറയാൻ, നാം വേർതിരിച്ച വേളയിൽ, വഇദ് ഫറഖ്ന ബികുമുൽ ബഹ്റ, വഇദ് ഫറഖ്ന ബികും. ആ ബാഇന് രണ്ട് അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, വഇദ് ഫറഖ്ന ബികും ഐ ലി അജ്ലികും, ചിലർ പറഞ്ഞു അത് കാരണം എന്നറിയിക്കുന്ന ബാ സബബിയ്യത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് നഹ്വിൽ ഇത് പഠിക്കും. അതായത് നിങ്ങൾക്ക് വേണ്ടി നാം സമുദ്രം പിളർത്തിയപ്പോൾ. ആ ബാൻ്റെ അർത്ഥം എന്താ? കാരണം. ലി അജ്ലിക്കും, നിങ്ങൾക്ക് വേണ്ടി, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണല്ലോ. അപ്പം നിങ്ങൾക്ക് വേണ്ടി നാം സമുദ്രത്തെ പിളർത്തിയപ്പോൾ, അതാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം ബാ ഉൽ മുസാഹബ എന്ന് പറയും. അവർ പറഞ്ഞു, വഇദ് ഫറഖ്ന ബിക്കും, അതായത് നിങ്ങളുള്ള വേളയിൽ, നിങ്ങളോടുകൂടി നാം സമുദ്രത്തെ പിളർത്തി. അപ്പോൾ നിങ്ങൾ സമുദ്രത്തിൽ പ്രവേശിക്കലും നാം എന്ത് ചെയ്തു? സമുദ്രം പിളർത്തി. അപ്പോൾ നിങ്ങളെയും കൊണ്ട് സമുദ്രത്തെ പിളർത്തിയ വേളയിൽ. രണ്ടർത്ഥത്തോടെ പറയപ്പെട്ടിട്ടുണ്ട്. ഈ ഹർഫുകൾക്ക് പലപ്പോഴും ഒന്നിലധികം അർത്ഥങ്ങളുണ്ടാവും. അപ്പോൾ ഈ രണ്ടർത്ഥത്തോടെ പറയപ്പെട്ടിട്ടുണ്ട്. ഒരർത്ഥം എന്താ? നിങ്ങൾക്ക് വേണ്ടി സമുദ്രം പുലർത്തിയപ്പോൾ. രണ്ടാമതൊരർത്ഥം, നിങ്ങളെയും കൊണ്ട് സമുദ്രം പുലർത്തി. അതായത് നിങ്ങൾ പ്രവേശിക്കലും നാം എന്ത് സമുദ്രം പുലർത്തി. വഇദ് ഫറഖ്ന ബിക്കും, ബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, അൽ ബഹ്റ, ബഹ്ർ മഫ്ഊലാണ്, അതുകൊണ്ടാണ് അതിന് ഫത്ഹ് വന്ന അവസാനത്തിൽ. നിങ്ങളെയും കൊണ്ട് നാം എന്തിനെയാണ് പുലർത്തിയത്? ഫറഖ്നൽ ബഹ്റ, സമുദ്രത്തെ പുലർത്തിയപ്പോൾ. അപ്പോൾ ഫിഅലെവിടെ, ഫാഇലെവിടെ, മഫ്ഊലെവിടെ? ഫിഅലേത്? ഫറഖ. ഫാഇൽ നാന്നുള്ള, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്കാണ് ഇത് മടങ്ങുന്നത്. മഫ്ഊലാര്? അൻതും, നിങ്ങൾ. അഫ്വൻ, ബഹർ, അഫ്വൻ ബഹർ. നാം എന്തിനെ പുലർത്തിയത്? കടലിനെ പുലർത്തി. അപ്പോൾ മഫ്ഊൽ തന്നെ എന്തിനെയാണോ പുലർത്തിയത്. ബഹർ എന്ന് പറഞ്ഞാൽ സമുദ്രം. വഇദ് ഫറഖ്ന ബികുമുൽ ബഹ്റ ഫഅൻജയ്നാകും, ആയത്ത് വാക്ക് രണ്ടാമതായി. തൊട്ടു മുൻപ് വഇദ് നജ്ജയ്നാകും എന്നാണ്, ഇവിടെ അൻജയ്നാകും എന്ന്. അഞ്ച എന്താ? അഞ്ച ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ, രക്ഷപ്പെടുത്തി. അതിൻ്റെ ലാസിം എങ്ങനെയാണ്? ഇത് മുതഅദ്ദിയാണ്, നിങ്ങളെ രക്ഷപ്പെടുത്തി എന്നാണ്. രക്ഷപ്പെട്ടു എന്ന് എങ്ങനെ പറയാം? നജ. ഫഅൻജയ്നാകും, ഫ എന്നിട്ട് അൻജയ്ന, നാം രക്ഷപ്പെടുത്തി. അൻജയ്നാകും, നിങ്ങളെ രക്ഷപ്പെടുത്തി. ഫഅൻജയ്നാകും വഅഗ്റഖ്ന, വ അതോടൊപ്പം അഗ്റഖ്ന, അഗ്റഖ മുക്കി, മുങ്ങിന്ന് എങ്ങനെ പറയാം? ഗറിഖ, ഗറിഖ. അഗ്റഖ എന്ന് പറഞ്ഞാൽ മുക്കി, ഗറിഖ എന്ന് പറഞ്ഞാൽ മുങ്ങി. വഅഗ്റഖ്ന, അഗ്റഖ്ന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നാം
മുക്കി. വഅഗ്റഖ്ന ആല ഫിർഔൻ, ആൽ അഹൽ കൂട്ടരെ, ആല ഫിർഔന, കണ്ടില്ലേ, ആല ഫിർഔന എന്ന് പറയാം, ആല ഫിർഔന, ഫിർഔനിൻ്റെ കൂട്ടരെ നാം മുക്കുകയും ചെയ്തു. വഅൻതും തൻസുറൂൻ, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന വേളയിൽ വഅൻതും, ആ വാവ് ഹാലിന് വേണ്ടിയിട്ടാണ് പറയുക, ജുംല ഹാലിയത്താണ്. അതായത് ഇത് നാം ചെയ്യുന്ന വേളയിൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? അതായത് ഫിർഔനെ നാം മുക്കിക്കൊല്ലുന്ന വേളയിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? വഅൻതും, നിങ്ങൾ, തൻസുറൂൻ, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ നാം ഫിർഔനിൻ്റെ കൂട്ടരെ മുക്കുകയും ചെയ്തു. വഅഗ്റഖ്ന ആല ഫിർഔൻ, ഫിർഔനിൻ്റെ കൂട്ടരെ നാം മുക്കിക്കൊന്നു. എങ്ങനെയായിരിക്കുക? വഅൻതും തൻസുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ. അതാണ് ആയത്തിൻ്റെ വാക്കായിട്ടുള്ള അർത്ഥം. ഏത് അതിൻ്റെ തഫ്സീറിലുള്ളത്? വദ്കുറു നിഅമതന അലൈക്കും, വദ്കുറു, നിങ്ങൾ സ്മരിക്കുക, നിഅമതന അലൈക്കും, നമ്മുടെ നിഅമത്ത്, നമ്മുടെ അനുഗ്രഹം, അള്ളാഹു നാം നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം, ബനു ഇസ്രായേലുകാരെ നിങ്ങൾ ഓർക്കുക. മുൻപ് നമ്മൾ പലതവണ പറഞ്ഞതുപോലെ നിഅമത്തുൽ ആബ, നിഅമത്തുൽ അബ്ന, പിതാക്കന്മാർക്ക് നൽകപ്പെട്ട അനുഗ്രഹം മക്കൾക്കുള്ളത് കൂടിയാണ്. ബനു ഇസ്രായേലുകാർ അവരുടെ മുൻഗാമികളെയാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത്. പക്ഷേ ആ അനുഗ്രഹം അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. വദ്കുറു നിഅമതന അലൈക്കും ഹീന ഫസൽന, ഫറഖ എന്നുള്ളതിൻ്റെ വേറെ വാക്കാണ് ഫസല. ഫസല എന്ന് പറഞ്ഞാൽ വേർതിരിച്ചു. ഫസല, വലമ്മ ഫസലത് الجالوت ولما فصلت طالوت بالجنود ولما فصل طالوت بالجنود حين فصلنا, ഫസൽന എന്ന് പറഞ്ഞാൽ നാം വേർപിരിച്ചു. ഫസൽന ബിസബബിക്കും അല്ല, ബാ തഫ്സീറിൽ അവരുടെ കൗലേതാ, ബാഇനേതാ അർത്ഥം അവർ കൊടുത്തിരുന്നത്? ബാ സബബിയത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബിസബബിക്കും, നിങ്ങൾ കാരണത്താൽ, അത് നിങ്ങൾക്ക് വേണ്ടി നാം വേർതിരിച്ചു. എന്ത് വേർതിരിച്ചു? അൽ ബഹ്റ, സമുദ്രത്തെ വേർതിരിച്ചു. ആ സന്ദർഭത്തിൽ നാം നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ സ്മരിക്കുക. കാരണം ഒരു സമുദ്രത്തിനും ഫിർഔൻ്റെ ഇടയിലാണ് പെട്ടത്, വേറൊരു വഴിയില്ല. ഇനി മുന്നിലേക്ക് പോകാനും പറ്റില്ല, പുറകിലാട്ട ഫിർഔനും കൂട്ടരുണ്ട് താനും. ആ സന്ദർഭത്തിൽ ഇനി എന്ത് ചെയ്യും? അപ്പോൾ ബനു ഇസ്രായേലുകാരുടെ ചില ആളുകൾ പറഞ്ഞു, ഇതാ നമ്മൾ മുങ്ങി ഒരിക്കാൻ പോവാണ്, ഒരു രക്ഷയില്ല, ഇനി എങ്ങോട്ട് ഓടാനാണ്, ഒരു വഴിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ വിധത്തിൽ അവരെ രക്ഷപ്പെടുത്തി. ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത വിധത്തിൽ അത്ഭുതകരമായ ഒരു കാര്യം നടക്കുകയാണ്. എന്താ? അവർ കൺമുന്നിൽ കാണും, സമുദ്രം ഇതാ അങ്ങ് വേർപിരിയുന്നു. ആ കാഴ്ച എത്ര അത്ഭുതമുള്ളതാണെന്ന് ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് ബനു ഇസ്രായേലുകാരായിട്ട് വലിയ കൗമായിരുന്നു, ചെറിയ വിഭാഗം ആൾക്കാരല്ല. കുറച്ചൊരു ചെറിയ മൂസാ നബിയും ഒരു 100 ആൾക്കാരും അല്ലെങ്കിൽ 10,000 ആൾക്കാരും അല്ല, 1000 കണക്കിന് ആൾക്കാരും അല്ല അവിടെ ഉള്ളത്. ബനു ഇസ്രായേലുകാരുടെ തൊട്ട് ശേഷമുള്ള ചരിത്രങ്ങൾ പറയപ്പെട്ടപ്പോൾ ഇനിയുള്ള ആയത്തുകളിൽ പറയുന്ന പോലെ തന്നെ അവരിൽ വിഗ്രഹത്തെ ആരാധിച്ച ആളുകൾ അവർ തന്നെ 70,000 ആൾക്കാരുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും ആളുകൾ ബനു ഇസ്രായേലുകാരിലുണ്ട്. ഇത്രയും ആളുകളെ കൊണ്ടാണ് ഈ സമുദ്രത്തിലൂടെ അവർ നടന്നുപോയത്. അവർക്ക് വേണ്ടി ഇത് തുറക്കണമെങ്കിൽ അത്രയും വലിയ രണ്ട്, ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞതുപോലെ കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം, സമുദ്രം പിളർന്നിട്ട് രണ്ട് ഭാഗങ്ങളും വലിയ പർവ്വതം പോലെ മാറി നിന്നാണ്. എന്തൊരു കാഴ്ചയായിരിക്കും! സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് വേണ്ടി നാം സമുദ്രത്തെ രണ്ടായി പിരിച്ച സന്ദർഭം. വജഅൽന ഫീഹി തുറുഖൻ യാബിസതൻ, വജഅൽന, നാം ആക്കുകയും ചെയ്തു, ഫീഹി, ഫീയേഷ് ഫിൽ ബഹർ, ബഹറിൽ, സമുദ്രത്തിൽ നാം ആക്കുകയും ചെയ്തു. ഈ ബഹർ എന്താ? ബഹ്റുൽ കുൽസും എന്നാണ് അത് കിതാബുകൾ, പഴയകാല കിതാബുകളിലൊക്കെ അതിൻ്റെ പേരുള്ളത്. ഇത് റെഡ് സീ എന്ന് പറയുന്ന, ബഹ്റുൽ അഹ്മർ എന്ന് പറയുന്ന ഇതാണ്. وإذ فرقنا بكم البحر وإذ حين فصلنا بسببكم البحر وجعلنا فيه طرقا يابسة. طرقا، طرق جمع طريق. ഏത് ജംആണിത്? ജംഅ് തക്സീറാണ്. തുറുക്കൻ, തുറുക്കൻ വടികൾ, നാം അതിൽ വടികൾ ഉണ്ടാക്കി. യാബിസതൻ, യാബിസ, യാബിസ അല്ല, യാബിസ ഇല്ല, അയ്യോ അഹ്സൻത്,
യാബിസ ഉണങ്ങിയ വടികളുണ്ടാക്കി. യാബിസ എന്ന് പറഞ്ഞാൽ എന്താ? ഉണങ്ങിയത്. ഉണങ്ങിയ വടികൾ നാം അതിൽ ഉണ്ടാക്കി. അങ്ങനെ വെള്ളം നീങ്ങിയെന്ന് മാത്രമല്ല, നടന്നു പോകുന്ന സ്ഥലം ഉണങ്ങിയതാണ്. അല്ലെങ്കിൽ കാല് താഴത്തേക്ക് പോകും. ആ പ്രയാസമൊന്നുമില്ലാത്ത വിധത്തിൽ ഉണങ്ങിയ ഒരു വഴി സമുദ്രത്തിൽ അവർക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു. ഈ ആയത്ത് പിൽക്കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബാത്തിനിയാക്കൾക്ക് ആ തഫ്സീർ പഴയ കാലത്തേ ഉണ്ട്. അവർ പറയാറുള്ളത് ഇതൊരു മുഅ്ജിസത്തല്ലാന്ന്. അവർ പറഞ്ഞത് മൂസാ നബിയുടെ വടി കൊണ്ട് അടിച്ചപ്പോൾ സമുദ്രം പടർന്നു എന്നുള്ളത് ആലങ്കാരിക പ്രയോഗമാണ്. വടി എന്നാൽ അത് തെളിവുകളായിരുന്നു. സമുദ്രം എന്നാൽ വിജ്ഞാനത്തിൻ്റെ സമുദ്രമായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് അടിച്ചപ്പോൾ വിജ്ഞാനം തുറന്നു നൽകപ്പെട്ടു എന്നാണ് ഇതിൻ്റെ വിശദീകരണം എന്ന് പിൽക്കാലഘട്ടത്തിൽ പഴച്ച കക്ഷികൾ, ബാത്തിനിയാക്കൾ പല വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ, ബുദ്ധി കൊണ്ട് നിഷേധിക്കുന്ന ആളുകൾ. നമ്മുടെ നാട്ടിലും അതേ വാദം വന്നിട്ടുണ്ട്. കുറച്ചു കാലം മുൻപ് CN അഹമ്മദ് മൗലവി പറഞ്ഞത് മൂസാ നബിക്ക് സമുദ്രത്തിൽ എങ്ങനെ അപ്പുറം കടക്കണമെന്ന കാര്യം അറിയാമായിരുന്നു. അദ്ദേഹത്തിന് വഴികൾ ഓരോ പാറൻ്റെ മേലെ ചവിട്ടിയിട്ട് എങ്ങനെ കടക്കണം എന്നത് അദ്ദേഹത്തിന് മുൻപരിചയം ഉണ്ടായിരുന്നു. എന്തൊരു വിഡ്ഢിത്താണ് പറയുന്നത് നോക്കി. കാരണം ഇത്രയും വലിയൊരു സമൂഹം ഇവരെ എങ്ങനെ പാറൻ്റെ മേലെ ചവിട്ടിയിട്ട് അങ്ങോട്ട് എത്തിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ വലിയ മുഅ്ജിസത്തായിരുന്നു, അനുഗ്രഹമായിരുന്നു ഇത്. അതാണ് അള്ളാഹുവിടെ എടുത്തു പറഞ്ഞത്. ഫഅബർതും, അബറ എന്ന് പറഞ്ഞാൽ കടന്നുപോയി. നിങ്ങൾ ആ വഴിയിലൂടെ കടന്നുപോയി, അത് മറികടന്നു. അബറ എന്ന് പറഞ്ഞാൽ ഒരു പാലം മറികടക്കുന്നതിന് അബറ എന്ന് പറയും. മഅബർ എന്ന് കാണാം ഈ പാലത്തിൻ്റെ അടുത്തില്ലേ, കണ്ടില്ലേ അല്ലേ? സിഗ്നൽ കാണാം, അതായത് കടക്കാൻ. അതിനാണ് അബറ എന്ന് പറയുക. ഒരു സ്ഥലം വിട്ട് കടന്ന് അപ്പുറത്തേക്ക് എത്തിയാൽ അബറാണ്. ഫഅബർതും, അങ്ങനെ നിങ്ങൾ ആ സമുദ്രം മറികടന്നു, അപ്പുറത്തേക്ക് എത്തി. നിങ്ങൾക്ക് വേണ്ടി നാം സമുദ്രത്തെ പിളർത്തുകയും അത് ഉണങ്ങിയൊരു വഴി അതിൽ നിശ്ചയിക്കുകയും നിങ്ങൾ ആ സമുദ്രം മറികടക്കുകയും ചെയ്തു. വഅൻഖദ്നാകും, വാക്ക് ആവർത്തിച്ച വാക്കാണ്, മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് ഇത് അൻഖദ മുന്നേ പറഞ്ഞ വാക്കാണ്. രക്ഷപ്പെടുത്തി. വഅൻഖദ്നാകും, നിങ്ങളെ രക്ഷപ്പെടുത്തി. മിൻ ഫിർഔന വജുനൂദിഹി, ഫിർഔനിൽ നിന്നും അവൻ്റെ സൈന്യത്തിൽ നിന്നും. വമിനൽ ഹലാക്കി ഫിൽ മാ, നോക്കൂ അത് നേർക്കേറെ ചിലപ്പോൾ നമുക്ക് ആ ആയത്തിൽ നിന്ന് മനസ്സിലാവാത്ത തഫ്സീർ കൊണ്ട് ലഭിക്കുന്നതാണ്. വമിനൽ ഹലാക്കി ഫിൽ മാ, അതോടൊപ്പം നിങ്ങളെ രക്ഷപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണ്? ഹലാക്ക് നശിച്ചു പോകുന്നതിൽ നിന്ന്. ഫിൽ മാ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിൽ നിങ്ങളെ രക്ഷപ്പെടുത്തി. സമുദ്രം അങ്ങനെ പടർന്നു നിൽക്കുകയാണ്, നിങ്ങളതിൽ മുങ്ങിപ്പോകാതെ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി. അപ്പോൾ രണ്ട് കാര്യം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഫിർഔന്റെ കൂട്ടരിൽ നിന്ന് രക്ഷപ്പെടുത്തി, സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നതിൽ നിന്നും നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. ഫലമ്മ ദഖല ഫിർഔനു വജുനൂദുഹു തുറുഖകും, ഫലമ്മ എന്നാൽ ആയപ്പോൾ, ഇന്ന സന്ദർഭത്തിൽ. ഫലമ്മ ദഖല, പ്രവേശിച്ചപ്പോൾ. ഫിർഔനു വജുനൂദുഹു, ഫിർഔനും അവൻ്റെ സൈന്യവും പ്രവേശിച്ചപ്പോൾ. തുറുഖകും, നിങ്ങളുടെ വഴികളിൽ, അതായത് നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ വഴികളിൽ ഫിർഔനും കൂട്ടരും പ്രവേശിച്ചപ്പോൾ. അഹ്ലക്നാഹും, നാം അവരെ നശിപ്പിച്ചു. അഹ്ലക്നാഹും ഫിൽ മാഇ, അവരെ നാം വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു. അമാമ അഅ്യുനിക്കും, അമാം മുൻപിൽ, അഅ്യുനിക്കും നിങ്ങളുടെ കണ്ണുകൾക്ക് മുൻപിൽ, അതായത് നിങ്ങൾ കണ്ടു. ഏതിൻ്റെ തഫ്സീർ അത്? വഅൻതും തൻദുറൂൻ അറിയില്ല, അതിൻ്റെ തഫ്സീറാണത്. അമാമ അഅ്യുനിക്കും, നിങ്ങളുടെ കൺമുൻപിൽ നാം അവരെ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ആയത്തിൻ്റെ തഫ്സീറിൽ വന്നിട്ടുള്ളത്. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഈ കാര്യം, വഇദ് നജ്ജയ്നാകും മിൻ ആലി വഇദ് ഫറഖ്നാ ബിക്കുമുൽ ബഹർ, സമുദ്രത്തെ പുലർത്തി എന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ട ആയാത്തുകളിൽപ്പെട്ടതാണ്. അതായത് ധാരാളം ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് സമുദ്രം പുലർത്തി എന്നത്. ഖുർആൻ പലയിടത്തും ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ആയത്തിൻ്റെ ഈ ദൃഷ്ടാന്തത്തിൻ്റെ
ഗൗരവം ഓർമ്മപ്പെടുത്താൻ വേണ്ടി പലയിടത്തും ആയത്ത് ഖുർആനിൽ അള്ളാഹു ഇത് പറഞ്ഞിട്ടുണ്ട്, സമുദ്രം പിളർത്തി എന്നുള്ളത്. ശരി, ഈ സമുദ്രമൊക്കെ പിളർത്തി ഇത് നേരിൽ കണ്ണുകൊണ്ട് കണ്ട് തൊട്ടടുത്ത് അവർ പിന്നെന്താ ചെയ്തത്? തൊട്ടടുത്ത ആയത്ത് എന്താ ഉള്ളത്? മൂസ 40 ലൈലത്തൻ സുമ്മ ഇത്തഖൽതുമുൽ ഇജ്ൽ. ഇത്രയും വലിയ ദൃഷ്ടാന്തം കണ്ട് സമുദ്രം അങ്ങ് മറികടന്ന് തൊട്ടപ്പുറത്ത് എത്തിയപ്പോൾ അവരെന്താ ചെയ്തത്? ഇത്തഖൽതുമുൽ ഇജ്ൽ, നിങ്ങൾ പശുക്കുട്ടിയെ ആരാധിക്കുകയാണ് ചെയ്തത്. അത് എന്തൊരു വലിയ ധിക്കാരമാണ് നോക്കൂ. അപ്പോൾ ഇത്രയും വലിയൊരു ദൃഷ്ടാന്തം അവരുടെ കൺമുന്നിൽ അവർ കണ്ടിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഓർമ്മപ്പെടുന്നത്. തൊട്ടടുത്ത ആയത്തും കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ സാഹചര്യം എന്താണെന്ന്. ഈ ഇത്രയും വലിയൊരു ദൃഷ്ടാന്തം കൺമുന്നിൽ ദർശിച്ചതിന് ശേഷം അത് കടന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? പശുക്കുട്ടിനെ ആരാധിക്കുക. കടന്ന പാടെ അവർ ചോദിച്ചത് ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അല്ല മൂസ, അവർക്ക് വേറെ വിഗ്രഹങ്ങളും ആരാധ്യ ദൈവങ്ങളും ഒക്കെ ഉള്ളതുപോലെ നീ ഞങ്ങൾക്ക് ഒരു ആരാധ്യ വസ്തുവിനെ നിശ്ചയിച്ചു തരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒന്ന്, ഈ ആയത്തിൽ ഉള്ള ഒരു പാഠം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട മഹത്തരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഈ സമുദ്രം അള്ളാഹു അവർക്ക് വേണ്ടി പുലർത്തി നൽകി എന്നത്. മറ്റൊരു പാഠമുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നൽകുന്ന ദൃഷ്ടാന്തങ്ങൾ ഇത് ഒരേ സമയം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ് എന്നതിനുള്ള തെളിവാണ് എന്നതോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവ് കൂടിയാണ്. അത് മുഅ്ജിസത്തുകളെക്കുറിച്ച് പണ്ഡിതന്മാർ വിവരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നതിനുള്ള തെളിവാണ് ഇത്രയും വലിയ ദൃഷ്ടാന്തം സംഭവിക്കാന്നുള്ളത്. മനുഷ്യർ ഭൂമിയിൽ ഇതുവരെ കാണാത്തൊരു അത്ഭുതം സംഭവിക്കാനുള്ളത്. ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കൈകളുണ്ടായ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായത്, ചന്ദ്രൻ പ്രവൃത്തി എന്നുള്ളത്, ഇത്തരം ദൃഷ്ടാന്തങ്ങൾ സഅദി റഹിമഹുല്ലാ അദ്ദേഹം നിരീശ്വരവാദികൾക്ക് നൽകിയ മറുപടികളിൽ ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇത്തരം അത്ഭുതങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അത് അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. അപ്പോൾ നിരീശ്വരവാദികൾ പറഞ്ഞേക്കാം, ഇതൊക്കെ നിങ്ങളെ കിതാബിൽ പഴഞ്ച പുസ്തകങ്ങളിലുള്ളതല്ല, പുരാതനമായ ഗ്രന്ഥങ്ങളിലുള്ളത്. അള്ളാഹുവിൻ്റെ കിതാബിനെ മുശ്രിക്കുകൾ ആക്ഷേപിച്ചതുപോലെ അസാത്തീറുൽ അവ്വലീൻ, ഇതൊക്കെ പഴമക്കാരുടെ പുസ്തകമല്ലേ എന്ന് അവർ പറഞ്ഞേക്കാം. സഅദി അദ്ദേഹം പറഞ്ഞു, ഇല്ല, അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം മനുഷ്യ ചരിത്രത്തിൽ നിങ്ങൾ ഇന്ന് അവലംബിക്കുന്ന ഏതൊരു ചരിത്രവും കൈമാറി വന്നതിനേക്കാൾ സുശക്തമായി തലമുറകൾ കൈമാറി വന്ന ചരിത്രമാണിത്. ഈ ചരിത്രം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ദുനിയാവിൽ ഒരു ചരിത്രമേ ഇല്ല എടുക്കാൻ പറ്റുന്നത്. കാരണം ഇത് തലമുറകൾ കൈമാറി വന്ന ചരിത്രമാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട, നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രമാണ്. ചരിത്രമായി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ചരിത്രം നിങ്ങൾ എടുത്തിരിക്കണം. കാരണം ഇത് മനുഷ്യരുടെ ചരിത്രത്തിൽ വന്നതാണ്. മൂസാ നബിയുടെ ചരിത്രം, യഹൂദർ, നസാറാക്കൾ, ഇവരൊക്കെ അംഗീകരിക്കുന്ന വലിയ തലമുറകൾ കഴിഞ്ഞുപോയ ചരിത്രമാണ്. നിഷേധിക്കാൻ പറ്റാത്ത ചരിത്രമാണ്. ചരിത്രമായി എന്തെങ്കിലും ഒന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഇത് അംഗീകരിക്കണം. കാരണം ഇത് സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ, മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അത് നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുത്തരം നിഷേധിക്കണമെങ്കിൽ എന്തും നിഷേധിക്കാം. പക്ഷേ ഈ അത്ഭുത സംഭവങ്ങൾ മനുഷ്യർ തലമുറകളായി ഇത്രയും വലിയ സമൂഹം കണ്ടു, അത് അവരുടെ അടുത്ത തലമുറക്ക് കൈമാറി, അടുത്ത തലമുറക്ക് കൈമാറി, ഇങ്ങനെ വന്നെത്തിയ ചരിത്രമാണ്. ഇത് നീ നിഷേധിക്കുകയാണെങ്കിൽ ദുനിയാവിൽ ചരിത്രം എന്ന് പറഞ്ഞ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുഅ്ജിസത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നു എന്നത്, അത് പണ്ഡിതന്മാർ ഇസ്ലാം ഹക്കാണ് എന്നതിന് ഈ കാലഘട്ടത്തിലും തെളിവായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടാണ്. വിദാവന്യഹാലിൽ കാണാം. പിന്നെ കേരളത്തിലുള്ള രാജാവ്, നിങ്ങൾ പലപ്പോഴും ചേരമാൻ പെരുമാൾ പോയത് ചരിത്രം, അത് വിദാവന്യഹാൽ ഇബ്നു കസീർ കൊടുത്തിട്ടുണ്ട് ചരിത്രം, പഴയ ചരിത്രം. രാജാവ് മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ ചന്ദ്രൻ പിളർന്നത് കണ്ടു, ഇതിനെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞു, ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പ്രവാചകനെ കാണാൻ വേണ്ടി പുറപ്പെട്ട ചരിത്രം, പഴയകാല ചരിത്രം. അത് ചരിത്രമായി നിങ്ങൾ ഈ 500 വർഷങ്ങൾക്ക് മുൻപ് നെപ്പോളിയൻ ഇങ്ങനെ ചെയ്തു, മറ്റാൾ ഇങ്ങനെ ചെയ്തു എന്നതൊക്കെ നിങ്ങൾ ചരിത്രമായി പഠിപ്പിക്കുന്നു, അതൊക്കെ നിങ്ങൾ ചരിത്രമായി സ്വീകരിക്കുന്നെങ്കിൽ ഇത് മാത്രം എങ്ങനെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കും? നിങ്ങൾക്ക് തോന്നുന്നത് സ്വീകരിക്കുക, തോന്നുന്നത് എങ്ങനെ തള്ളിക്കളയുകയും ചെയ്യും. അതിനേക്കാൾ ശക്തമായ ചരിത്രമായി വന്ന കാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. വേദഗ്രന്ഥങ്ങളിൽ കാലങ്ങളായി ഇത് വന്നിട്ടുണ്ട്. തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്, അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലുണ്ട്.
അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവം ഇത് അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവുകളിൽ കൂടി ഉൾപ്പെടുന്നതാണ്. മാത്രമല്ല ഇതിലെ പല ചരിത്രങ്ങളും ഖുർആൻ വിവരിച്ച ചരിത്രങ്ങൾ ഇന്നും മനുഷ്യർ കുഴിച്ചെടുത്തിട്ടും പിന്നെ ഈ പര്യവേക്ഷണങ്ങളിലൂടെയും മറ്റ് അന്വേഷണങ്ങളിലൂടെയൊക്കെ കണ്ടെത്തിയ ചരിത്രങ്ങളോട് യോജിക്കുന്നതുമാണ്. ഇപ്പോൾ സുബ്ഹാനല്ലാഹ്, പിന്നെ ഈ ഈജിപ്റ്റോളജി എന്ന് പറഞ്ഞിട്ട് അതിനായിട്ടൊരു വിജ്ഞാനശാഖ തന്നെയുണ്ട്. ഈജിപ്തിലുള്ള പഴയ പുരാതന വിജ്ഞാനങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്താൽ ഖുർആനിൽ ഈജിപ്തിൻ്റെ ചരിത്രം മൂസാ നബിയുടെ ചരിത്രത്തിൽ മാത്രമല്ല ഉള്ളത്, പിന്നെ എവിടെയുണ്ട്? യൂസുഫ് നബിയുടെ ചരിത്രത്തിലുണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രം വിവരിക്കുന്ന സന്ദർഭത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാവിനെ പറ്റി എന്താ പറഞ്ഞത്? മലിക് എന്ന് പറഞ്ഞത്, രാജാവ് എന്നാണുള്ളത് അല്ലേ. വഖാലൽ മലികു തൂനി ബിഹി അസ്തഖ്ലിസു ലിനഫ്സി, അവിടെയൊക്കെ മലിക് എന്ന പ്രയോഗമുള്ളത്. മൂസാ നബിയുടെ ചരിത്രം വിവരിച്ചപ്പോൾ ഫിറഔൻ എന്നാണുള്ളത്. ഈ അടുത്ത് ഈജിപ്റ്റോളജിയുടെ ഈ അവരുടെ ലിപി വായിക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പഴയ കാലത്ത് ഇത് വേർതിരിച്ചെടുത്ത് നിങ്ങൾ അതിൻ്റെ പഠനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഫിറഔൻ എന്ന ഈ ഫറോ എന്ന പ്രയോഗം പിൽക്കാലഘട്ടത്തിൽ വന്നതാണ്. ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. ഈജിപ്തിലെ ഭരണാധികാരിയെ ഫിറഔൻ എന്ന സ്ഥാനപ്പേര് ഇയാൾക്ക് നൽകപ്പെടുന്നത് കാലങ്ങൾക്ക് ശേഷമാണ്. മൂസാ നബിയുടെ കാലഘട്ടത്തിലാണ് അത് നിലനിൽക്കുന്നത്. ആ കാലഘട്ടം വിവരിച്ചപ്പോൾ മാത്രമേ അള്ളാഹു ഫിറഔൻ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളൂ. യൂസുഫ് നബിയുടെ ചരിത്രം പറയുമ്പോൾ മിസ്റിലെ രാജാവ് തന്നെയാണ്, പക്ഷേ ഫിറഔൻ എന്ന പ്രയോഗമില്ല. മാത്രമല്ല അറബികളെ സംബന്ധിച്ചിടത്തോളം ഇബ്നു കസീറൊക്കെ രേഖപ്പെടുത്തിയേ കാണാം, മിസ്റിൻ്റെ രാജാവിനെ അവർ വിളിച്ചിരുന്ന ഫിറഔൻ എന്നാണ്. അവർക്ക് ഈ പറഞ്ഞ ചരിത്രപരമായ വേർതിരിവ് അറിയില്ല. അവർ മിസ്റിലെ രാജാവിനെ വിളിച്ചിരുന്നത് ഫിറഔൻ എന്നാണ്. അബിസീനിയയിലെ രാജാവിനെ വിളിച്ചിരുന്നത് നജാഷി എന്നാണ്. റോമക്കാരുടെ രാജാവിനെ, പേർഷ്യക്കാരുടെ രാജാവിനെ വിളിച്ചത് കിസ്റ, കൈസർ എന്നാണ്. ഇതവരുടെ സ്ഥാനപ്പേരായിരുന്നു. അവർക്ക് ഈ പറഞ്ഞ വേർതിരിവ് അറിയില്ല. പക്ഷെ ഖുർആൻ ചരിത്രത്തിലെ 2 ഘട്ടങ്ങളെ വേർതിരിച്ചപ്പോൾ യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ മലിക് എന്നാണ് പറഞ്ഞത്. എന്നാൽ മൂസാ നബിയുടെ ചരിത്രം വിവരിച്ചപ്പോൾ ഫിറഔൻ എന്നാണ് പ്രയോഗിച്ചത്. വളരെ കൃത്യമായ വിവരണമാണ്, സൂക്ഷ്മമായ പ്രയോഗമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. ചരിത്രപരമായ പഠനങ്ങൾക്ക് ഇത് യോജിക്കുന്നതാണ്. എനിക്ക് അതിനെക്കുറിച്ച് വളരെ പ്രസിദ്ധമായ പുസ്തകം, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിന്നെ എഴുതി വയ്ക്കുക ഓർമ്മിക്കുക ചെയ്യാത്തതുകൊണ്ട് ഓർമ്മയില്ലാത്ത ഈ ഈജിപ്റ്റോളജിയെക്കുറിച്ചുള്ള വളരെ ആധികാരികമായ പഠനങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഫിറഔൻ എന്ന പ്രയോഗം പിൽക്കാലത്ത് വന്നതാണ്. മിസ്റിൻ്റെ രാജാവിനെ ഫിറഔൻ എന്ന് വിളിക്കുക എന്നുള്ളത്. എന്നാൽ അതിനു മുൻപ് അവരെ രാജാവ് എന്നാണ് വിളിച്ചിരുന്നത്. അത് ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ മലിക് എന്നാണുള്ളത്. എന്നാൽ മൂസാ നബിയുടെ ചരിത്രം പറയുന്ന സ്ഥലത്തെല്ലാം ഫിറഔൻ എന്നാണുള്ളത്. ഈ ചരിത്രം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ് എന്നത് സ്ഥിരീകരിക്കുന്നതിനോടൊപ്പം അള്ളാഹു ഉണ്ട് എന്ന കാര്യം സംശയമില്ലാതെ സ്ഥിരപ്പെടുത്തുന്ന തെളിവുകളിൽപ്പെട്ടതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ആയത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബനു ഇസ്രായേലുകാർ അവരുടെ നിഷേധത്തിൻ്റെ കാഠിന്യം സൂചിപ്പിക്കുന്ന ആയത്ത് കൂടിയാണിത്. കാരണം അവർ ഇത്ര വലിയ ദൃഷ്ടാന്തം കണ്ടിട്ടാണ് അവർ തൊട്ടു ശേഷം തന്നെ അധികം സമയം വൈകാതെ തന്നെ അവർ ഷിർക്കിലേക്ക് എത്തിപ്പെട്ടത്. അത്രയും വലിയൊരു ദൃഷ്ടാന്തം കൺമുന്നിൽ കണ്ടതിന് ശേഷം എന്നത് അവരുടെ കടുത്ത നിഷേധം ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഈ ആയത്ത് അള്ളാഹുടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഈ നിഅമത്തിന് ശുക്ർ പറയാൻ വേണ്ടിയാണ്. അതിനുള്ള ശുക്ർ അതിൻ്റെ ഭാഗമാണ്. അവരെ സമുദ്രത്തിൽ രക്ഷപ്പെടുത്തിയുള്ള ശുക്റിൻ്റെ ഭാഗമാണ് ആശുറാഇൻ്റെ നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഈ ദിവസം പിന്നീട് നോമ്പ് എടുത്തിരുന്നു എന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. വഹാദ വല്ലാഹു അലം. സ്വല്ലല്ലാഹു വസല്ലം ബാറക അല നബിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.